ഇന്നത്തെ ഈ സുദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാൻ 1978 സെപ്റ്റംബറിലാണ് ഈ സ്കൂളിൽ വരുന്നത്. അന്നെനിക്ക് 6 വർഷത്തെ സർവീസിന് ശേഷം ചുരക്കരയിൽ നിന്നാണ് ഞാൻ എത്തിച്ചത്. വളരെ മനോഹരമായ ഒരു സ്കൂളാണ്. കാരണം സ്കൂളിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു പ്ലേ ഗ്രൗണ്ട് ചെറിയ ബോയ്സിൽ മാത്രമേ ഉള്ളൂ. വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ ധാരാളം കുട്ടികളുണ്ട്. അന്ന് എന്നെക്കാൾ സീനിയറാണ് എൽസിക്കുട്ടി സാർ. നമ്മളിപ്പോഴത്തെ സീനിയർ അധ്യാപികയാണ് എൽസിക്കുട്ടി സാർ. അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞത് സാമ്പത്തികമാണ്. പൈസയില്ല. രണ്ടാമത്തേത് റിസൾട്ടില്ല. 77 മാർച്ചിൽ കേരളത്തിലെ അവസാനത്തെ 10 സ്കൂളുകളുടെ പേരിൽ ആന സ്കൂൾ. ശതമാനം 10 താഴെയാണ്. 7.6 ആയിരുന്നു അതിൻ്റെ ഓർമ്മ. അങ്ങനെ 78, 79 കഴിഞ്ഞു. 80 ഒരു ഹെഡ് മാസ്റ്റർ വന്ന് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ മരിച്ചുപോയി. മംഗലക്കാരൻ രാമഗോപാൽ സാർ. അദ്ദേഹം വന്നാണ് 3 വർഷത്തെ കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹം 8.5 മണിക്കൂർ വരും. വളരെ കർശനം. ഏതാണ്ട് 74 അധ്യാപകരും 2 ക്ലാർക്ക്, അതിൻ്റെ കീഴെയുള്ള മറ്റ് ഓഫീസ് സ്റ്റാഫുമുണ്ട്. അധ്യാപകരെ ഭരിക്കാൻ തന്നെ അദ്ദേഹത്തിന് പ്രയാസമാണ്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷെ വളരെ ധൈര്യമായിട്ട് അദ്ദേഹം നേരിട്ടു. ഏതാണ്ട് 81 മാർച്ചിൽ ആലപ്പുഴ ജില്ലയിലെ ടോപ്പ് റിസൾട്ടായിട്ട് നമുക്ക് ഉയരാൻ സാധിച്ചു. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളെ വേദനിക്കുന്നത് കുട്ടികളില്ല. നമ്മളതിനകത്ത് പിന്നോട്ട് പോകണ്ട. കഠിനാധ്വാനം ചെയ്താൽ ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് നേരെയാക്കാൻ സാധിക്കും. അത് എന്താ അതിൻ്റെ മാർഗമെന്ന് പറയാൻ നമുക്കറിയത്തില്ല. കാരണം ഇവിടെ അകത്തെന്താ പ്രശ്നം എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ.
ഇവിടുത്തെ സ്റ്റാഫാണ് PTOയോട് പറഞ്ഞിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് നടത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിന് നല്ല പുരോഗതി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വേറെ സന്തോഷമുണ്ട്, ഡൽഹിയിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുക. ആല സ്കൂളിലെ കുട്ടി ആ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കുട്ടിയെ ഡൽഹിയിൽ കൊണ്ടുപോകും. എനിക്കത് സാധിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇന്ന് നെടുവൻകോടുകാരനാണ്, ഗൾഫിൽ ജോലി ചെയ്തു. ഒരു ചന്ദ്രൻ്റെ മകനാണ്. ചന്ദ്രൻ മരിച്ചുപോയെന്ന് എൻ്റെ ഓർമ്മ. എന്തിനും സാധ്യതയുണ്ട്. മനസ്സ് മടിക്കാതെ പ്രയത്നിച്ചാൽ ഇതിന് നല്ല ഭാവി ഉണ്ടാകും. ഞാൻ പറഞ്ഞതിന് ഇതിൻ്റെ ഒരു NCCയുടെ ഒരു ബ്രിഗേഡിയർ ഇവിടെ വിസിറ്റ് വന്നു. ചെങ്ങന്നൂർ വന്നപ്പോൾ നമ്മുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാനാണ് അവസരം കൊടുത്തത്. അദ്ദേഹത്തെ ഞാൻ ആ കയറ്റത്ത് കാറ് നിർത്തി ഡോർ തുറന്ന് സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എബ്രഹാം, ബ്രിഗേഡിയർ എബ്രഹാം, അദ്ദേഹം പറഞ്ഞ വാചകം വെരി ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര മനോഹരമാണ്. നമുക്കതിൻ്റെ മനോഹരിത അറിയത്തില്ല. വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കാൻ സാധിക്കും. ആ വാക്ക് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. അതുപോലെയുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. കുട്ടികളില്ല എന്നുള്ളത് സത്യമാണ്. എല്ലാ സ്കൂളുകളിലും ഈ പ്രശ്നമുണ്ട്. ഇപ്പോഴും കോളേജിൽ ഇന്നലെ ഞാൻ കോളേജിൽ മർത്തോമാസ് കോളേജിൽ ഒരു പ്രൊഫസറെ കണ്ടു. സന്ദർശിക്കാൻ പുത്തങ്കാവിൽ പോയപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞ വാചകം, കോളേജിൽ പഠിക്കാൻ കുട്ടികളില്ല. സ്കൂളിനെ പോലെ തന്നെ കോളേജുകളിൽ എല്ലാ ഇതായിട്ടും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സ് കൊടുക്കാതെ ധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും. ഇത് പുരോഗതി ഉണ്ടാകും. അതിനെന്താ മാർഗം എന്ന് പറയുന്നത് വെളിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പറയാനൊക്കത്തില്ല. ഉള്ളിലുള്ളവർ തന്നെ പ്ലാൻ ചെയ്ത് മനസ്സ് പഠിക്കാതെ പ്രവർത്തിച്ചാൽ ഇതിനൊരു നല്ല ഭാവി ഉണ്ടെന്ന് അത് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അങ്ങനെ ധാരാളം ആളുകൾക്ക് അതിനകത്ത് സ്നേഹം പങ്കിടാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഇതിനൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇപ്പോഴാണ് എന്നോട് പറയുന്നത് 2 വാക്ക് പറയണം. അപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിത്രം, ഞാൻ ഈ സ്കൂളിൽ അധ്യാപികയായിട്ട് വന്നപ്പോൾ ഏതാണ്ട് 12,000 കുട്ടികൾ ഈ സ്കൂളിലുണ്ട്. ഇവിടാണെന്ന് അസംബ്ലി കൂടുന്നത്. അപ്പോൾ സാർ മുമ്പേ ഓർപ്പിച്ചതുപോലെ 10-75 അധ്യാപകരും. പക്ഷെ അന്ന് ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലും സൗഹൃദത്തിലുമാണ് കൈകൂടിപ്പോയത്. അതിനുള്ള ഒരു പ്രധാന ഓർമ്മയാണല്ലോ ഇന്ന് എന്നെ കൂടെ ഇവിടെ വിളിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ വളരെ സ്നേഹം, വളരെ സന്തോഷം. പക്ഷേ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ മാത്രമല്ല, മറ്റ് പല സ്കൂളുകളുടെയും അംഗസംഖ്യ കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിലും ആലായിൽ ഈ സ്കൂളിനെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും എല്ലാം തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ആദ്യം മുതലേ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. എന്നാലും കുഞ്ഞുങ്ങൾ നമ്മളെ ഓർക്കും. ഈ സ്കൂളുകളിൽ കുട്ടികൾ കൂടുതൽ ഉണ്ടാകാൻ, കൂടുതൽ അഡ്മിഷൻ നേടാൻ സാധ്യത എന്തുണ്ടെന്ന് നമ്മൾ തിരക്കണം. പക്ഷേ അന്ന് സ്കൂളുകൾ കുറവാണ്. അതാണ് 12,000 കുട്ടികൾ ഇവിടെ പഠിച്ചത്. 12,000 കുട്ടികളും 10-25 അധ്യാപകരുമുള്ള ഒരു സ്കൂളിലാണ് ഞാൻ ഇവിടെ വന്ന് പഠിപ്പിച്ചത്. 27 വർഷക്കാലം ഞാൻ ഇവിടുത്തെ അധ്യാപികയായിരുന്നു. പ്രൊമോഷൻ കിട്ടിയിട്ട് പോലും ഞാൻ പോയില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ സാഹചര്യവും വീട്ടിലെ സാഹചര്യവും കൊണ്ടൊക്കെ പ്രൊമോഷൻ വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് പെൻഷനാകാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്.
ഇപ്പോഴും ആ പഠിപ്പിച്ച കുഞ്ഞുങ്ങളും ഒക്കെയും നമ്മളെ ഓർക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലയേറിയ ഒരനുഭവമാണ്. ടീച്ചേഴ്സിന് കിട്ടാനുള്ള ഒരു അനുഭവം അത് മാത്രമാണ്. പഠിപ്പിച്ച കുട്ടികളിൽ നിന്ന് സ്നേഹവും അവരെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ ആദരവും സ്നേഹവുമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികൾ കൂടുതൽ വരുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ആദ്യം ശ്രമിക്കാം. പക്ഷേ അതിന് സാധ്യത കുറവാണ്. കാരണം സ്കൂളുകൾ ധാരാളം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗകര്യം അനുസരിച്ച് എല്ലാവരും അവരവരുടെ സ്കൂളിലേക്ക് നീങ്ങിപ്പോകും. അപ്പോൾ ഇന്ന് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ അവസരം തന്നതിനും ഇതിന്റെ ഭാരവാഹികളോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ സ്കൂൾ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇവിടെ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഡോക്ടേഴ്സായിട്ടും എഞ്ചിനീയേഴ്സായിട്ടും ഒക്കെ ഇവിടുന്ന് കുട്ടികൾ പോയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ ആ കുട്ടികൾ കണ്ടാലും നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇന്നത്തെ കുട്ടികളും അങ്ങനെ പരസ്പരം സ്നേഹിച്ചു ടീച്ചേഴ്സിനെ ആദരിച്ചു മുൻപോട്ട് പോകണം. അവരുടെ ഭാവി എന്ന് നന്നായിരിക്കും. ഇങ്ങനെ ഒരു അവസരം തന്ന ഭാരവാഹികളോടും ബഹുമാനപ്പെട്ട ോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാമക്കാവ് വിപണിയിൽ നിന്നുമാണ് ഇവിടെ വന്ന് ജെയിംസ് സാറിന്റെ പല കാര്യങ്ങൾക്കും എനിക്ക് ജോസാറുമായിട്ടാണ് അഡ്വക്കേറ്റ് ജോസാറുമായിട്ടാണ് കൂടുതൽ പരിചയം. ജോസാറിന്റെ പണ്ടത്തെ തട്ടകം ഞങ്ങളുടെ കൂടെ പന്തളത്തായിരുന്നു. അദ്ദേഹം പന്തളത്ത് സാറ് കോളേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ ഒരു ബന്ധുവിൻ്റെയായിരുന്നു ആ കോളേജ്. അങ്ങനെ ജോസാറുമായിട്ട് ഒരുപാട് കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജോസാറിന്റെ പരിചയത്തിലാണ് ഈ ആരാമി വേണ്ടി ഞാനിവിടെ വന്ന് കണ്ടതും. അതിന്റെ ഇതിലാണ് ചർമ്മക്കാവിന് ഇങ്ങനെ ഒരെണ്ണം തുടങ്ങണമെന്ന് ജെയിംസ് സാറിനോട് പറഞ്ഞു. ജെയിംസ് സാറോട് വരികയും ജെയിംസ് സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ജഗദീശിനെ അനുഗ്രഹിക്കട്ടെ. ഈ നാടിന് തന്നെ ജെയിംസ് സാർ ഒരു അസറ്റായി മാറട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു ഗവൺമെന്റ് കോൺട്രാക്ടറായിരുന്നു. ഇപ്പൊ പണിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറെ നെൽകൃഷിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ തന്നെയല്ല, ആദ്യം ഈ താലൂക്കിലെ എല്ലാ സ്കൂളുകളും സർക്കാർ ഓഫീസുകളിലും ഒക്കെ തന്നെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എനിക്ക് ജെയിംസ് സാറിനോട് പറയാനുള്ളത്. പിന്നെ അത് ജില്ലയിലേക്ക് കൂടെ മാറണം. അത് കഴിഞ്ഞ് കേരളം മൊത്തം ജെയിംസ് സാറിന്റെ ഈ നേതൃത്വത്തിൽ ഈ വിപണികളും ഇങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിനെ കുറിച്ച് എനിക്ക് വലിയ ചരിത്രമൊന്നും അറിയില്ല. ഞാനിതിൽ ഇങ്ങനെ യാത്ര ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്നും തന്നെ എനിക്ക് പറയാനില്ല. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഈ അവസരത്തിൽ എല്ലാവർക്കും പറയുന്ന പോലെ ഈ പ്രദേശത്ത 20 ചെറുപ്പക്കാരുടെ സംഘടന തണൽ പുരുഷ സ്വയം സഹായ സംഘം എന്നതിന് പേര് ഇത് നിലയിൽ വന്നിട്ട് 4 വർഷമാണ്. ഒരു ശാസ്ത്രീയ സംഘടനയുടെ ഉപരിയായിട്ട് പൊതുരംഗത്ത് പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂൾ ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ വികസനം പൂർവ്വ അധ്യാപകർ പോലെ ഈ സ്കൂൾ എങ്ങനെയെങ്കിലും നന്നായി കണ്ടാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ജെയിംസ് സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏക മനസ്സോടുകൂടി ഞങ്ങൾ 20 പേരും കൂടി ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ വരാൻ അല്പം വൈകി. ഈ എല്ലാ മാസത്തെ അവസാനത്തെ ഞങ്ങളായിട്ട് ഞങ്ങൾ കണക്കുകൾ കഴിയാൻ അതുകൊണ്ടാണ് ലേറ്റായിട്ട് 7:30 എത്തണമെന്നാണ് സാർ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ അതിന് 8 മണി ആയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. എങ്കിലും ഉള്ള സമയം കൊണ്ട് മാക്സിമം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. തുടർന്ന് ഞങ്ങളത് പൂർത്തീകരിച്ച് മാത്രമേ പോകത്തുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ ഒരു വേദിയിൽ സംസാരിക്കുന്ന അവസരം തന്നതിന് പേരിൽ തണൽ പുരുഷ സംഘത്തിൻ്റെ പേരുള്ള നന്ദി
2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മുടെ കുട്ടികളും എല്ലാവരും 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാം? ഇടയ്ക്കൊക്കെ ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങണം. ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്ത് മാറ്റണം. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, ഇന്ന് വരാത്ത എല്ലാ കുട്ടികളോടും പറയണം, ഈ സ്കൂളിൽ ഒരു കരിയില പോലും കിടക്കാൻ സമ്മതിക്കരുത്. നിങ്ങളുടെയാണ് ഈ സ്കൂള് കേട്ടോ. നമ്മളുടെയാണ് ഈ നാട്. നമ്മളാണ് ഈ നാടിന്റെ ഉടമകൾ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയുമാണ് ഈ നാടെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത്, ഞാൻ ലോയ്ക്ക് പഠിക്കാൻ പോയ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം എല്ലാവരോടും. ഞാൻ ലോയ്ക്ക് പഠിക്കാൻ പോയപ്പോൾ 250 ഏക്കർ ആയിരുന്ന കോളേജിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. 100 ഏക്കറിനകത്തായിരുന്നു ബിൽഡിങ്ങുകൾ നിന്നിരുന്നത്. 50 വർഷത്തിന് മേലിൽ പഴക്കമുള്ള കെട്ടിടങ്ങളായിരുന്നു. പിന്നീട് ഒരു കെട്ടിടം പോലും പണിഞ്ഞില്ല. ആ കെട്ടിടങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ് അവിടെ തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ അതിനകത്ത് 150 ഏക്കർ മൊത്തം മരങ്ങളായിരുന്നു. അതിനകത്ത് പല മുയലും അങ്ങനെയൊക്കെ ഉള്ളത്. ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ ഗ്രൗണ്ട് ഒഴിച്ച് ഈ സ്കൂളിന്റെ ചുറ്റുപാട് മുഴുവൻ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കും. എന്ന് വെച്ചാൽ ആത്ത, പേര, ചാമ്പ. നിങ്ങൾക്ക് ഒരു മോഡലായിട്ടാണ് നമ്മുടെ സ്കൂളിന്റെ തെക്കേപ്പുറത്ത് കണ്ടിട്ടില്ലേ? പേര കണ്ടിട്ടില്ലേ? അതുപോലെ ഓരോരുത്തരും ഉത്തരവാദിത്വം എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഓരോ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിക്കണം. പേരയോ ചാമ്പയോ ആത്തയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന നിങ്ങൾ പറയണം, ഇത് ഞാൻ നട്ടതാണ് എന്ന് പറയണം. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പറയാനായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാനം ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരിക്കണം. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, ആശംസ. നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ദിനാഘോഷം ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലയിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം മൊത്തം വിദ്യാർത്ഥികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആലാ സ്കൂളും അതിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇപ്പോൾ അഡ്വക്കറ്റുമാണ് വിപണി കേന്ദ്രീകരിച്ചുകൊണ്ടും തണൽ എന്ന സംഘടനയുടെ ഭാരവാഹികളും അവർ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇതെല്ലാം നേതൃത്വം വഹിച്ചത് നമ്മുടെ ജെയിംസ് സാറാണ്. സാറ് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. ഇതിനു മുമ്പേ പല ഘട്ടങ്ങളിൽ ആലാ സ്കൂളിലെ വന്ന് ഇവിടെ നിരീക്ഷിക്കുകയും ആദ്യം ഗ്രൗണ്ടിലാണ് വന്ന് ഈ സ്കൂളിന്റെ പരിസരമൊക്കെ നിരീക്ഷിച്ച് പിന്നെ SMC-യിലും PTA-യിലും നമ്മുടെ പ്രിൻസിപ്പളായും HM-യിലൊക്കെ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും. SMC PTA-കൾ അത് ഏറ്റെടുത്തുകൊണ്ട് ജെയിംസ് സാറിന് പ്രോത്സാഹനം കൊടുക്കുകയും അത്തരത്തിൽ ജെയിംസ് സാറാണ് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും അതുപോലുള്ള അതിനുശേഷമുള്ള ഈ ഫുഡുകൾ എല്ലാം നല്ല ഭംഗിയായി നല്ല ചിട്ടയായി ജെയിംസ് സാറും മറ്റ് തണൽ സംഘടനകളും ഇത് ഏറ്റെടുക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്തില് 3 സ്കൂളാണ്. പെണ്ണക്കര, ആല. ഇത് കൂടാതെ നമ്മുടെ പ്രൈമറി സ്കൂളും നമ്മുടെ ഈ ആലാ സ്കൂളിന് ഇത്തരത്തിലുള്ള മുന്നേറ്റം തുടക്കം കുറിക്കുക. ഈ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൈമറി സ്കൂളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളും ഈ സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്. അത് ജെയിംസ് സാറിനോടത് പറഞ്ഞു കഴിഞ്ഞു. സാർ പോകാതിരിക്കുകയാണ്. നമ്മളൊരു തുടക്കം ഈ സ്കൂളിലെ സ്വയംവ്യവസ്ഥ എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്, നല്ല അധ്യാപകരാണ്. ഇവിടെ പഠിച്ച മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകൾ ഇവിടെ കൊടുക്കാറുണ്ട്. നമ്മളവിടെ കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കുള്ള മെഡലുകൾ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ 4 A+ ഉണ്ട്. മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം മെഡലുകൾ കൊടുത്തിട്ടുണ്ട്. +2-ലെ വിദ്യാർത്ഥികൾക്ക് നല്ല +2 ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾക്കും മെഡലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ PTA SMC ഇവിടുത്തെ അധ്യാപകരെല്ലാം
ഇപ്പോഴത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല പ്രോത്സാഹനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റിരിക്കുന്ന ഈ പൊതുസമൂഹം വിദ്യാർത്ഥികൾ തുടർന്നും ഈ ആല സ്കൂളിനെ അതുപോലെ നമ്മുടെ അടുത്ത പ്രൈമറി സ്കൂളാണ്, അവിടെ കുട്ടികളുടെ കുറവാണ്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് ആക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ സ്കൂളിനെ നല്ല ഒരു വിദ്യാലയമായി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് SMCയുടെ പേരിലുള്ള PTയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിച്ചോളൂ. വളരെയധികം വൈകിയിരിക്കുന്നു. എല്ലാവർക്കും ഈ എനിക്ക് പോയിട്ട് വെള്ളം ഒഴിക്കണം കളി എനിക്ക് വിപണിയും പുരുഷ സഹായ സംഘവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും എല്ലാവരും ചേർന്നുള്ള ആല സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഈ പ്രയത്നത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുന്നത് ആശംസിക്കുന്നു. എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആല സ്കൂളിലെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച വളരെ സന്തോഷകരമാണ്. മക്കളെ, ഒരു കാര്യം പറയട്ടെ, ഈ അറബികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നറിയോ? അവർ ഒരാടിനെയൊക്കെ എടുത്ത് അതുപോലെ കേട്ടോ കേക്ക് പറയാം, ഒരു ആടിനെയൊക്കെ എടുത്ത് അതുപോലെ അവിടെ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തിട്ട് വലിയൊരു പാത്രം വെക്കും. ആ പാത്രം വെച്ചിട്ട് സൈഡിൽ കുറച്ച് കുബൂസും അങ്ങനെ കുറേ സാധനങ്ങൾ വെക്കും. എല്ലാവരും കൂടെ ഒറ്റ പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇപ്പം ആടിനെ എടുത്തോണ്ടിരാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ? റെഡിയാണോ? നമുക്ക് നോക്കാം കേട്ടോ. കേട്ടില്ല 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 നമ്മുടെ ഗ്രീനാല പ്രോജക്റ്റ് വളരെ ഭംഗിയായി തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പല പ്രദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ ഈ ഗ്രീനാല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വൃക്ഷത്തൈകൾ, അതായത് തെങ്ങുതൈയാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. മുണ്ടങ്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന്, അതായത് വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ YMCയുടെ സമീപത്തുള്ള രായ്ച്ചാനും നമുക്ക് കുറേ തെങ്ങുതൈകൾ തന്നിട്ടുണ്ട്. അതിവിടെ കുട്ടികൾക്ക് ഇടയിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി നമ്മൾ നറുക്കെടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. 16 കുട്ടികളുണ്ട്. 14 പേരുടെ പേര് 14 പേർക്കുള്ള തെങ്ങുതൈ ഇവിടെ ഉണ്ട്. അപ്പോൾ 14 ഭാഗ്യവാന്മാരെ കണ്ടെത്തുന്നു. മറ്റ് 2 പേർക്ക് പുറകാലം ഞാൻ തെങ്ങുതൈ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് ഇവിടെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ ശ്രീദേവിയുണ്ട്, ശ്രീവിദ്യയുടെ മോൾ ശ്രീവിദ്യയുണ്ട്, ശ്രീവിദ്യയുണ്ട്, എല്ലാവരും കൂടെ നടത്തുന്നതായിരിക്കും. ഇപ്പം നറുക്കെടുത്തോ. ആദ്യത്തെ ആരുടെയാണ്? ആദ്യത്തെ ആരെങ്കിലും ഒരാളെടുത്തേ. ആ ടീച്ചർ എന്താ എടുക്കാം? രാജി ആരാ? നിഖിലിനമ്മയല്ലേ? അപ്പൊ മേടിച്ചോ, എടുക്ക ടീച്ചർ രാജി ഇല്ലേ? ഓക്കെ, അടുത്ത നറുക്കെടുപ്പ് ആരാ നടത്തുന്നേ? ശ്രീവിദ്യ എടുക്കുന്നു. ഉണ്ട്, ആളുണ്ട്. ശ്രീവിദ്യ എടുത്തേ, നോക്കിയേ. അതുലാരാ? എന്ത് ചെയ്യാൻ ആള്? അനിൽ സാറിന്റെ മോനാണോ? ഓക്കെ, അടുത്തെടുത്തു. ഇല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുക. അടുത്തെടുത്തു. ആരാ? ഇല്ല പോട്ടെ, കുഴപ്പമില്ല. അടുത്ത ആള് കുഴപ്പമില്ല. ജൂബുണ്ടോ? പോട്ടെ, അടുത്ത ആളെടുത്തോ. അല്ലേ തെങ്ങുതൈ ഉള്ളവർക്ക് കൊടുത്തു വിടും. പാർവതി ഓടിവാ. പാർവതിയാണ് ആ ഭാഗ്യവതി. പാർവതിയാണ്. അടുത്ത ആൾക്കെടുത്തോ. അടുത്ത നറുക്കെടുപ്പ് ടീച്ചർക്ക് വന്നെടുത്തോ. അവർക്ക് വേറെ കൊടുക്കാം. എടുത്തോ. ടീച്ചർ വന്നെടുക്ക. സാറെന്തി?
ജിബു സാറാണോ? അത് അനിൽ സാറ് അനിൽ സാറ് ജിബു സാറിന് കൊടുത്തോളൂ. അത് കൊടുത്തേരെ. അവർ തമ്മിൽ വലിയ കമ്പനികളാണ്. അടുത്ത അനിൽ സാറ് പോയി എടുക്കാം. അടുത്ത അനിൽ സാർ എടുക്കാം. നറുക്കെടുക്കാം. ധരിക ഉണ്ടോ? എടുത്തോ. അത് കൊടുത്തോ, കുഴപ്പമില്ല. എടുത്തു കൊടുത്തോ. ആ ഓക്കെ. അടുത്ത അൽസാർ എടുക്കാം. അടുത്ത ആരാ എടുക്കുന്നേ? നിങ്ങൾ സ്റ്റുഡൻസ് ആരെങ്കിലും വന്ന് എടുക്കാം. അടുത്ത് കിട്ടിയവർ വന്ന് എടുത്ത്. പ്രവീണ എന്ത്? പ്രവീണ ഓടി ഇവിടെ കയറിയെന്ന് മേടിയില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഓക്കെ വെരി ഗുഡ്. അടുത്ത നറുക്കെടുക്കുക. അടുത്താരാ? ഒരാൾ മുന്നോട്ട് വാ. ആരാ? അതെ, ഉള്ളവർക്ക് കൊടുത്തു. അടുത്താരാ? പേരെന്താ? കൊടുക്കാം. അതിനു വേണ്ടിയാ. ഇനി അടുത്താരാ? ഇല്ല, ഉറക്കപ്പറ. ആളില്ല. എളുപ്പാട്ടെ. ജിബു സാറുണ്ടോ? ഓടിയോ. അടുത്ത ആള്. എളുപ്പം. സമയമില്ല. എളുപ്പാട്ടെ. ആശ ടീച്ചർ ഉണ്ടോ? ആശ ടീച്ചറിനെ കൊടുക്ക. ഓക്കെ. അടുത്ത് പെട്ടെന്ന് ആശ ടീച്ചറിനെ കൂടെ കടിപ്പേരും. ഇപ്പം ഒരെണ്ണം അങ്ങോട്ട് എടുപ്പിച്ചോ. പെട്ടെന്ന് പ്രിൻസി ഓടിയോ. ഓക്കെ. അടുത്ത ആള് ഓടിയോ. ഓടിയോ. തെങ്ങുന്നേ എടുക്ക്. ഓക്കെ. അടുത്ത ആള് ഓടിയോ. എളുപ്പാട്ടെ. അനിൽകുമാർ ആരാ? അനിൽ സാറല്ലേ? ഓക്കെ വെരി ഗുഡ്. അടുത്ത അനിൽ സാർ തന്നെ എടുത്തോ.
എളുപ്പമായിട്ട് ഓക്കെ അടുത്ത വേഗം എടുക്ക് ഓക്കെ അടുത്തെടുത്തു വേഗം അടുത്ത ആളെടുക്കും വേഗം എടുക്ക എളുപ്പമായിട്ട് എളുപ്പം കൊടുക്ക സമയമില്ല അതുകൊണ്ട് നടണം അടുത്തെടുക്ക ഓടിയോ ഒരു തെങ്ങനെ എടുത്തോളൂ ഇപ്പം കൊടുക്ക ഓക്കെ അടുത്താരാ ആരാ പോയി അത് ആ തിരുവനന്തപുരം വരെ പോകത്തില്ല അന്ന് അവിടെ കൊടുത്തേരെ എടുത്തു സാറേ റാൻ ടീച്ചറിനുള്ളത് കൊടുക്കുക രണ്ട് ഒരെണ്ണം നമ്മുടെ ശ്രീവിദ്യക്കോടെ കൊടുക്കുക ശ്രീവിദ്യക്ക് കൊടുക്കണം കൊടുക്ക ആ തെങ്ങ് ഇങ്ങോട്ട് കൊടുക്ക ഓക്കെ ആ ഇപ്പം ഒരു കാര്യം ചെയ്യും ഓടിച്ചെന്ന് എച്ച് എമ്മിനെ വിളിച്ചടാ ഒരെണ്ണം എച്ച് എമ്മിനെ കൊടുക്കുക എച്ച് എമ്മിനെ ഒരെണ്ണം കൊടുക്കുക ഓടിച്ച് കൊടുത്തോ ഇല്ലല്ലോ ഇനി ഇവിടെ ആർക്കും കിട്ടാനുണ്ടോ തെങ്ങേ ബാക്കി എല്ലാവർക്കും കിട്ടിയില്ലേ അവിടോട്ടം കൊടുക്കും വേണ്ട 12 തെങ്ങോട്ടോ ആർക്കെങ്കിലും കൊടുക്കും കഴിഞ്ഞു ആ ടീച്ചറിനെ ഇരിക്കട്ടെ ഓക്കെ ഇനി കൂടുതൽ കേട്ടോ ആർക്കെങ്കിലും കൂടുതൽ തെങ്ങ് തൈ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ സംഘടിപ്പിച്ചു തരാം മതി സാർ മതി അവിടെ കമ്പിയുണ്ടേ Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
ആ ഏതാ അത്? ആ കളകയറി പിന്നല്ലേ അതെല്ലാം പോവും. മതി സാറേ, മതി 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 മതി, ബാക്കി ഞങ്ങൾ ചെയ്തതാണ്. ആ അവിടെ കമ്പിയുണ്ടേ, അതെല്ലാം അങ്ങ് വെട്ടിയാൽ മതി. ആ മതി 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 സാറേ, മതി മതി മതി.